എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രശാന്ത്, ഇൻഫർമേഷൻ ടെക്നോളജി ഫാക്കൽറ്റിയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് അറിയാം, എല്ലാവർക്കും വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു മോഡറേറ്റ് ടു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ്, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എങ്ങനെയാണെന്നും അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, നമ്മുടെ ഫുൾ പ്രോഗ്രാമിംഗ് ആസ്പെക്ട്സും DBMS-ഉം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും എല്ലാം ഉൾപ്പെടുന്ന ഒരു എക്സാമാണ് പ്രോഗ്രാമർ എന്ന് പറയുന്ന എക്സാം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രോഗ്രാമിങ്ങിന് തന്നെയാണ്. 2 to 3 മോഡ്യൂളാണ് പ്രോഗ്രാമിങ്ങിന് ഇതിലുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് MCQ ഡിസ്കഷനാണ്. പ്രോഗ്രാമറിൻ്റെ സെഷനിൽ നിന്നുള്ള MCQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദി ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് C കോഡ് സ്ക്രിപ്റ്റ്? ഇതിന്റെ ഔട്ട്പുട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ദാറ്റ് ഈസ് ഹെഡർ ഫയൽ. ആൻഡ് നമ്മുടെ പ്രോഗ്രാമിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? ദ വാല്യൂ ഓഫ് x is equal to 5 and value of y equal to 10. And they are asking to calculate the value of x plus 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 y. ഇത് എറർ ഒന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ എന്താണ് ഈ പ്രോഗ്രാം അവർ ഉദ്ദേശിക്കുന്നത്, they want to know about the precedence. നമ്മുടെ എങ്ങനെയാണ് നമ്മൾ പ്ലസ് പ്ലസും പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇത് എടുക്കാം. സോ എക്സിന്റെ വാല്യൂ എത്രയാണ്? 5 അല്ലേ? 5 പ്ലസ് 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 വൈയുടെ വാല്യൂ എത്രയാണ്? 10 അല്ലേ? പ്ലസ് പ്ലസ് 10. സോ ശ്രദ്ധിക്കുക, ഒരു എക്സ്പ്രഷനിൽ പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഏതാണ്? പ്രീ ഇൻക്രിമെന്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, 5 is incrementing to 1. പക്ഷേ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ ദ വാല്യൂ 5ന്റെ കൂടെ 1 കൂട്ടി 5ന്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എത്രയാവും? 6 ആവും. അപ്പൊ ആ 6 എന്ന് പറയുന്ന വാല്യൂ എഫക്ട് ചെയ്യുന്നത് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര തന്നെയാണ് വാല്യൂ ഓഫ് എക്സ്? ദാറ്റ് ഈസ് 5 പ്ലസ്. പക്ഷെ ഇവിടെയോ? ഇവിടെ ഇറ്റ് ഈസ് പ്രീ ഇൻക്രിമെന്റ്. പ്രീ ഇൻക്രിമെന്റ് ആവുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആ ഏത് ലൈനിലാണ് ഇപ്പോൾ കൺട്രോൾ നിൽക്കുന്നത്? എവിടെയാണ്? ഈ ലൈനിലാണ്. അപ്പൊ ഈ ലൈനിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? വാല്യൂ ഈസ് ഇൻക്രിമെന്റിങ്. സോ അപ്പൊ എത്രയാവും? 11 ആവും. സോ ടോട്ടൽ ഓഫ് 11 5 16. സോറി, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 11 into 5 that is 55. So this is the ഫസ്റ്റ് പ്രിന്റഫിൽ എന്താണ് വരുന്നത്? 55. അപ്പൊ 55 വരുന്ന ഏതൊക്കെയുണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ? അടുത്ത വാട്ട് ഈസ് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? 6 ആണ് അല്ലെ? എക്സിന്റെ വാല്യൂ 6, വൈയുടെ വാല്യൂ എത്ര തന്നെയാണ്? 11 ആണ്. അപ്പൊ ഒന്നുകൂടെ പ്രീ ഇൻക്രിമെന്റ് പോസ്റ്റ് ഇൻക്രിമെന്റിന്റെയും കേസാണ് ഇവിടെ പറയുന്നത്. പ്രീ ഇൻക്രിമെന്റ് ഒരു എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും ഉണ്ടായിരുന്നാൽ ആദ്യം ചെയ്യേണ്ടത് പ്രീ ഇൻക്രിമെന്റ് ആണ്. ഇവിടെ പോസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ദിസ് വിൽ അഫക്ട് ഓൺലി ആഫ്റ്റർ ദിസ് സ്റ്റേറ്റ്മെന്റ്. ദ വാല്യൂ വിൽ ബി അപ്ഡേറ്റഡ് ഓൺലി ആഫ്റ്റർ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എക്സിന്റെ വാല്യൂ എത്രയായിട്ട് മാറുള്ളൂ? 6 ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അതാണ്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഓഫ് ദിസ് ഇസ് ഓപ്ഷൻ A, that is 55, 6 and 11. Okay. What will be printed by the following C program? ഈ C program എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രിന്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? There is a value of I and this is a for loop from 0 to 5. അതിനകത്ത് എന്താണ്? സർട്ടൻ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻസിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ് ഫോർ ലൂപ്പിന്റെ കണ്ടന്റ്? ഇറ്റ് ഈസ് പ്രിന്റിംഗ് ദ വാല്യൂ ഓഫ് I അല്ലെ? അപ്പൊ ഈ കണ്ടീഷൻ നമ്മൾ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഐയുടെ വാല്യൂ 0 പ്രിന്റ് ചെയ്യുന്നു, ദെൻ ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ 2 പ്രിന്റ് ചെയ്യുന്നു, 3 4 and 4. I less than 5 എന്നല്ലേ? അപ്പൊ I less than 5 എന്ന് പറയുമ്പോൾ 4.
അപ്പൊ നോർമലി ഇതാണ്. പക്ഷെ ഇവിടെ എന്താണ്, ദേ ആർ ആസ്കിങ് എ കണ്ടീഷൻ ഇഫ് I equal to 3. When ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ ഇറ്റ് വിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഐട്രേഷൻ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഗോ ഫോർ ദ നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ I equal to 3 വിൽ നോട്ട് പ്രിന്റ്. ബിക്കോസ് I equal to 3 വരുമ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ ദ ലൂപ്പ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ആവുന്നു. ആൻഡ് കണ്ടിന്യൂ ഫോർ ദ നെക്സ്റ്റ് ഐട്രേഷൻ. നെക്സ്റ്റ് ഐട്രേഷൻ എന്താണ്, ഐയുടെ വാല്യൂ എത്രയായി മാറും, 4 ആയി മാറും. വീണ്ടും ചെക്ക് ചെയ്യും, 4 ലെസ് ദാൻ 5 ട്രൂ ആണ്, അകത്തോട്ട് വരും. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അപ്പൊ അതിനകത്തോട്ട് കയറില്ല. ബിക്കോസ് 4 ഈക്വൽ ടു 3 എന്നാണ്, അതിനകത്തോട്ട് കയറില്ല. പക്ഷെ ഇവിടെ വരും 4 ഈക്വൽ ടു 4 ആണെന്ന് വരും. അപ്പൊ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് പ്രിന്റ് 4 ഓൾസോ. ഓക്കെ, ബിക്കോസ് എന്തുകൊണ്ടാണ്, 4 ആയപ്പോൾ ലൂപ്പ് ബ്രേക്ക് ചെയ്തു. ലൂപ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ പ്രിന്റ് ഔട്ട്സൈഡ് ദ ലൂപ്പ്. തുടങ്ങുന്നത് ഇവിടെന്നും ആണ്. അപ്പൊ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, ഈ കേളി ബ്രാക്കറ്റിന് പുറത്താണ് വരിക. അപ്പൊ ആക്ച്വലി ഈ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും, 0 1 2 3 വരുമോ, 3 ഇല്ല. ആൻഡ് അവസാനം എന്തും കൂടെ പ്രിന്റ് ചെയ്യും, ഡൺ എന്നും കൂടെ പ്രിന്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഡൺ എന്ന് പറഞ്ഞാൽ ലൂപ്പിന് പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് എന്ത് പ്രിന്റ് ചെയ്യും, ഡൺ എന്ന് പറയുന്ന വാല്യൂവും പ്രിന്റ് ചെയ്യും. അപ്പോൾ 3 പ്രിന്റ് ചെയ്യില്ല, 4 പ്രിന്റ് ചെയ്യില്ല. 3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ സ്കിപ്പിംഗ് ദ കറന്റ് ഐട്രേഷൻ ആൻഡ് ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് ഐട്രേഷൻ. ഇപ്പൊ ഇവിടെ തിരിച്ചായിരുന്നെങ്കിലോ, ഇവിടെ ആയിരുന്നു ബ്രേക്ക് എങ്കിൽ I equal to 3 വരെ പോവും. പിന്നെ ഈ കണ്ടീഷൻ പോലും ചെക്ക് ചെയ്യില്ല. Okay, so this is the output, that is 0 1 2 done. Done എന്ന് പറഞ്ഞാൽ it will print always because it is printed outside the loop. Okay. So the correct answer is 0 1 2 and done. Consider the following C program. ഇവിടെ എന്താണ്, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഫംഗ്ഷന്റെ പേര് എന്താണ്, മിസ്റ്ററി എന്നാണ്. അതിനകത്ത് എന്താണ് പാരാമീറ്റർ, ദിസ് ഈസ് എ പോയിന്റർ വേരിയബിൾ അല്ലേ, പോയിന്റർ. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോണം, പോയിന്റർ വേരിയബിൾ ആണ്, പാരാമീറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ പരിപാടി എന്തായിരിക്കും, കോൾ ബൈ വാല്യൂ ആണോ റെഫറൻസ് ആണോ, കോൾ ബൈ റെഫറൻസ്. അപ്പൊ നമ്മൾ ആദ്യം ഇതൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ആണ് ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, പ്രോഗ്രാം ആദ്യം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഫംഗ്ഷന്റെ പേര് മിസ്റ്ററി എന്നാണ്. അതിനകത്ത് അതിന്റെ പാരാമീറ്റർ എന്താണ്, ഇറ്റ് ഈസ് എ പോയിന്റർ വേരിയബിൾ. ആ പോയിന്റർ വേരിയബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഈസ് കോൾഡ് ബൈ റെഫറൻസ്. ആൻഡ് അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നു, ആ വാല്യൂവിന്റെ കൂടെ 10 ആഡ് ചെയ്ത് ആ വാല്യൂവിൽ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, സ്റ്റോർ ചെയ്തിരിക്കുന്നു. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്താണ്, മിസ്റ്ററി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ ഒരു വാല്യൂ പോയിന്റർ വേരിയബിളിന്റെ വാല്യൂ പാസ് ചെയ്തു. ആ പാസ് ചെയ്ത വാല്യൂവിന്റെ കൂടെ 10 കൂട്ടി ആ വാല്യൂവിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തു. ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ ആദ്യം എന്താണ് നടത്തിയത്, ഒരു നമ്പർ ഉണ്ട്, നം ഈക്വൽ ടു 20. അടുത്തെന്താണ്, മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫംഗ്ഷന്റെ പേര് അല്ലെ. അതിൽ എന്താണ് നമ്മൾ പാസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണ് പാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ് മെമ്മറി ലൊക്കേഷൻ എന്ന് വെച്ചോളൂ. ഇത് വേരിയബിളിന്റെ പേര്, അതിനകത്തിരിക്കുന്ന കണ്ടന്റ് 20. അപ്പൊ എന്താണ് അയക്കുന്നത്, ഇവിടെ എന്താണ് അയക്കുന്നത്, 101 ആര് ക്യാച്ച് ചെയ്യും, സ്റ്റാർ എയിൽ എന്താണ് ഹോൾഡ് ചെയ്യുക, 101 ഇരിക്കുന്ന വാല്യൂ, ദാറ്റ് ഇസ് 20. അപ്പൊ ഇതിനകത്തോട്ട് ഇവിടെ വരും 20 + 10 എത്രയാവും, 30. അപ്പൊ ഇത് അപ്ഡേറ്റ് ആയി. അപ്പൊ അത് അപ്ഡേറ്റ് ആവുമ്പം മെയിൻ ഫംഗ്ഷനിൽ അത് അപ്ഡേറ്റ് ആവുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പാസ് ചെയ്തത് എന്താണ്, കോപ്പി അല്ല, ഇറ്റ് ഈസ് കോൾഡ് ബൈ റെഫറൻസിൽ എന്താണ് പാസ് ചെയ്യുന്നത്, ആക്ച്വൽ അഡ്രസ് ആണ് പാസ് ചെയ്യുന്നത്. ആക്ച്വൽ അഡ്രസ് ചെയ്യുമ്പോൾ ഒറിജിനൽ വാല്യൂവിനെ ഇവിടെ എടുത്തു, അതിന് മോഡിഫിക്കേഷൻ വരുത്തിയാൽ ഇവിടെയും അതെന്താവും, അഫക്റ്റഡ് ആവും. സോ ദ ആൻസർ വിൽ ബി 30. 30 + 10 = 40. 40 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 120. 120 + 10 = 1
എന്തുകൊണ്ടാണ്? Because we pass the address to the function. So the correct answer is 30. എന്തുകൊണ്ടാണ്? In main, num is initialized to 20. മെയിനില് നം ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 20 എന്നാണ്. ഇത് നമ്മുടെ മെമ്മറിയിൽ ഇത് അഡ്രസ്, ഇത് വേരിയബിൾ നെയിം ആൻഡ് ഇത് വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നം 20 എന്ന് അസൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ഫംഗ്ഷൻ കോളിൽ എന്താണ് നടക്കുന്നത്? ഇറ്റ് കോൾ ദ ഫംഗ്ഷൻ യൂസിങ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ. ഈ അഡ്രസ് ഉപയോഗിച്ചാണ് ഇങ്ങോട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? പാരാമീറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 20യുടെ ഒറിജിനൽ വാല്യൂ, കോപ്പി അല്ല, ഒറിജിനൽ വാല്യൂ വീഴുന്നു. ഒറിജിനൽ വാല്യൂവിനെ ഇവിടെ എന്ത് ചെയ്യുന്നു? 20 + 10 ചെയ്യുന്നു. എന്നിട്ട് അത് എവിടെ തന്നെ അസൈൻ ചെയ്യുന്നു? എയിൽ തന്നെ, സ്റ്റാർ എയിൽ തന്നെ അസൈൻ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സ്റ്റാർ എ പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ആംപർസെന്റേജ് ഓഫ് നം. ദാറ്റ് മീൻസ് ദ അഡ്രസ് ഓഫ് നം. അപ്പൊ അഡ്രസ് എന്തായിട്ട് മാറും? 30 ആയിട്ട് മാറും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം? ഇവിടെ എന്താണ്? സ്വിച്ച് കേസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വേരിയബിൾ ഐന്റെ വാല്യൂ ഇസ് 0 ആൻഡ് എത്ര കേസ് ഉണ്ട്? ഒരു കേസ് 0, കേസ് 1, കേസ് 2 ആൻഡ് കേസ് 3 ആൻഡ് ഡിഫോൾട്ട്. അപ്പൊ കേസ് 0-നകത്ത് ഒന്നുമില്ല അല്ലെ? അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. സ്വിച്ചിനകത്തിരിക്കുന്ന വേരിയബിൾ എത്രയാണ്? ഐ ആണ്. സോ സ്വിച്ച് ഓഫ് 0. സ്വിച്ച് ഓഫ് 0 എന്ന് പറയുമ്പോൾ കൺട്രോൾ നേരെ ഇവിടെ വരും. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അടുത്തോട്ട് പോകും. കാരണം എന്താണ്? ഇവിടെ ബ്രേക്ക് ഇല്ല. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. വളരെ പ്രധാനമാണ്, നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു സെക്ഷനാണ്. കേസ് ഉണ്ടായിരിക്കും, പക്ഷെ അവിടെ എന്ത് കൊടുത്തിട്ടുണ്ടാവില്ല? ബ്രേക്ക് കൊടുത്തിട്ട് ഉണ്ടാവില്ല. ബ്രേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗോ ഫോർ ദ കേസ്. അടുത്ത കേസിലോട്ട് പോവും. അവിടെ എന്ത് പ്രിന്റ് ചെയ്യും? 1 എന്ന് പ്രിന്റ് ചെയ്യും. അവിടെയും എന്തില്ല? ബ്രേക്ക് ഇല്ല. സോ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗോസ് എവിടെ? അടുത്ത ഇതിൽ വരും. അവിടെ ഇത് വന്നിട്ട് എന്ത് പ്രിന്റ് ചെയ്യും? 2 എന്ന് പ്രിന്റ് ചെയ്യും. പക്ഷെ അവിടെ ബ്രേക്ക് ഉണ്ട്. അപ്പം ദ ലൂപ്പ് വിൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ് ആൻഡ് പ്രിന്റ് എൻഡ്. മനസ്സിലായോ ഗൈസ്? ഈ 3യും ഡിഫോൾട്ടും ഒന്നും പിന്നീട് എക്സിക്യൂട്ട് ചെയ്യില്ല. കാരണം എന്താണ്? ഇൻ കേസ് 2 ദർ ഇസ് ബ്രേക്ക്. പക്ഷെ ഇങ്ങനെ കേസ് 2 വരെ എത്തി. വി ഇനിഷ്യലൈസ്ഡ് ദ വാല്യൂ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഏത് സ്വിച്ച് കേസിനാണ് മാച്ച് ചെയ്യുന്നത്? ആദ്യം ഈ കേസ് 0-ക്കാണ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ കേസ് 0-ൽ ഒരു സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടില്ല. അപ്പം ആ കേസ് 0-ൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. കാരണം അത് മാത്രമല്ല, അവിടെ ബ്രേക്കും ഇല്ലാത്തതുകൊണ്ട് കൺട്രോൾ ഗോസ് ടു കേസ് 1. കേസ് 1-ൽ എന്ത് പ്രിന്റ് ചെയ്തിരിക്കുന്ന? 1. അവിടെ ബ്രേക്ക് ഇല്ല. അതുകൊണ്ട് നേരെ അത് എങ്ങോട്ട് പോവും? കേസ് 2-ൽ പോവും. കേസ് 2-ൽ പക്ഷെ എന്തുണ്ട്? ബ്രേക്ക് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ലൂപ്പ് സ്വിച്ച് കേസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എൻഡ്. അതും കൂടെ പ്രിന്റ് ചെയ്യുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഏതാണ്? 1, 2 ആൻഡ് എൻഡ് വിൽ ബി ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇതിന് വേറെ 1-2 പോയിന്റ്സ് നമുക്ക് എടുക്കാം. ഒരു സ്വിച്ച് കേസിൽ മസ്റ്റായിട്ടും ബ്രേക്ക് കൊടുക്കണോ? അല്ലെങ്കിൽ സ്വിച്ചില് കേസ് എന്ന് പറയുന്ന സെക്ഷനിൽ ബ്രേക്ക് കൊടുക്കാതിരുന്നാൽ എറർ ആണോ? അല്ല, എറർ അല്ല. അത് മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ അത് വരാം. എന്താണ്? സ്വിച്ച് കേസിൽ ഒരു കേസിനകത്ത് ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എറർ ആണോ? അല്ല. അതില് ഒരു കേസിനകത്ത് ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ അത് എറർ ആണോ? അല്ല. ഓക്കെ, അത് മനസ്സിലാക്കിക്കോണം. അപ്പൊ ബ്രേക്ക് ഇല്ലെങ്കിലും കേസ് എന്ത് ചെയ്യാം? നമുക്ക് കൊടുക്കാൻ പറ്റും. അത് എറർ അല്ല. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് എന്താണ്? 1, 2 ആൻഡ് എൻഡ്. Assume an integer is stored in 4 byte. എത്രയാണ്? 4 byte of memory. What is the output of the following program? അപ്പൊ ഈ പ്രോഗ്രാമിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിൽ എത്ര വാല്യൂ? 1, 2, 3, 4, 5. ദാറ്റ് ഈസ് അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ അതിനെ എങ്ങനെ കാണിക്കാം? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 0, 1, 2, 3, 4, 10, 20, 30,
40 and 50. And ഇതെന്താണ്? അറേ ഓഫ് പോയിന്റർ. ഈ അറേനെ എന്തിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നു? ദ അഡ്രസ് ഓഫ് അറേ സ്റ്റോർഡ് ഇൻ ദ പോയിന്റർ വേരിയബിൾ PTR. അപ്പൊ PTRൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എലമെന്റ് എവിടെയായിരിക്കുന്നത്? PTR. അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, അറേയുടെ അഡ്രസ്, ആദ്യത്തെ എലമെന്റിന്റെ അഡ്രസ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് ഫസ്റ്റ് എലമെന്റ് is stored in PTR. PTR എന്ന് പറയുന്ന പോയിന്റർ ഈക്വൽ ടു ARR, അറേയുടെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദ വാല്യൂ, ഇതിന്റെ അഡ്രസ് എങ്ങോട്ട് പാസ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം? PTRലോട്ട് പാസ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി our problem is we need to print out the value of star PTR. ഞാൻ പറഞ്ഞു സ്റ്റാർ PTRൽ എന്താണ് ഇരിക്കുന്നത്? അഡ്രസ് ഓഫ് ദ 0th പൊസിഷനിലുള്ള എലമെന്റ്. അപ്പൊ 0യുടെ കൂടെ എത്ര കൂട്ടുക? 0 + 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ തേർഡ് പൊസിഷനിലെ എലമെന്റ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഓക്കെ ആണോ? ഒന്നുകൂടെ, സ്റ്റാർ PTR ഈക്വൽ ടു ARR എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് is assigned to the PTR and star PTR അപ്പൊ എന്തായിരിക്കും? 10 ആയിരിക്കും ആൻസർ. അപ്പൊ സ്റ്റാർ ഓഫ് PTR + 3, PTR + 3 എന്ന് PTR എന്ന് പറഞ്ഞാൽ 0th എലമെന്റ്, അതിന്റെ കൂടെ +3 കൂട്ടിയാൽ തേർഡ് എലമെന്റ് ഈസ് 40 ഇൻ ദ കേസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയുണ്ട്? 40യും, ഓപ്ഷൻ A and ഓപ്ഷൻ C and ഓപ്ഷൻ D. അടുത്ത് സൈസ് ഓഫ് അറേ. We need to find out the size of ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5. 5 ഇൻറ്റു ഓരോ എലമെന്റിന് എത്രയാണ്? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ സൈസ് ഓഫ് അറേ എത്രയാണ്? 20. എങ്ങനെ കിട്ടി? അറേയുടെ ഓരോ എലമെന്റിന്റെയും സൈസ് എത്രയാണ്? 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 5. 5 ഇൻറ്റു 4 20. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 40. 40 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? സ്റ്റാർ PTR + 3 എന്ന് പറഞ്ഞാല് 0th പൊസിഷനിലെ എലമെന്റിന്റെ 0th പൊസിഷൻ +3 എന്ന് പറയുമ്പോൾ തേർഡ് പൊസിഷൻ. ഇപ്പൊ നോക്കൂ, സ്റ്റാർ PTR + 3 ആൻഡ് സ്റ്റാർ PTR + 3. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? സ്റ്റാർ PTR + 3 നമുക്കറിയാം എന്താണ്? 0th പൊസിഷനിലെ എലമെന്റിൽ കൂടെ തേർഡ് പൊസിഷനിലെ എലമെന്റിന്റെ കൂടെ കൂട്ടി എത്ര എഴുതി? നമുക്ക് എന്ത് കിട്ടി? ദ വാല്യൂ ഓഫ് തേർഡ് പൊസിഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയത്? 40 അല്ലേ? ഇനി സ്റ്റാർ PTR ബ്രാക്കറ്റ് ഇല്ലാതെ കിട്ടിയാൽ എന്താണ് മീനിങ്? സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ എന്താണ്? PTRലിരിക്കുന്ന എന്താണ്? ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂവിന്റെ അഡ്രസ്. അപ്പൊ സ്റ്റാർ PTRലിരിക്കുന്ന എന്താണ്? അതിന്റെ വാല്യൂ +3 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലാക്കിക്കോണം. സ്റ്റാർ PTR + 3 അത് ബ്രാക്കറ്റിലിട്ടിരുന്നാൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ 0 + തേർഡ് എലമെന്റ്. ഓക്കെ, 0 + തേർഡ് എലമെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് തേർഡ് എലമെന്റ്. തേർഡ് എലമെന്റ് ഇവിടെ എത്രയാണ്? 40. ഇനി സ്റ്റാർ ബ്രാക്കറ്റ് മാറ്റിയിട്ടിരുന്നാൽ സ്റ്റാർ PTR + 3. സ്റ്റാർ PTR എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് +3 ദാറ്റ് വിൽ ബി 13. ഓക്കെ, what will be the result of the following code? X in the value 5 and they are checking an expression x equal to 10. ഇഫിനകത്ത് നമ്മൾ സാധാരണ കണ്ടീഷനല്ലേ വരിക. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ദിസ് ഈസ് ആൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നോർമലി എന്താണ് വേണ്ടത്? x ഈക്വൽ ടു 10. പക്ഷെ ഇത് എറർ അല്ല കേട്ടോ, എറർ അല്ല, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് x ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ദ വാല്യൂ ഓഫ് 10 ഈസ് അസൈൻഡ് ടു x. അത് പോസിബിൾ ആണോ? പോസിബിൾ ആണ്.
എക്സിന് നമുക്ക് 10 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. സോ അത് എപ്പോഴും എന്താണ്? ട്രൂ. ഓക്കെ, എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ ഇറ്റ് ഈസ് ട്രൂ. വേറെ കേസ്, ഇപ്പോൾ എക്സ് ഈക്വൽ ടു ഇവിടെ ഇഫ് എക്സ് ഈക്വൽ ടു 14.5 എന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചോളൂ. അതെന്താണ്? ദാറ്റ് ഈസ് നോട്ട് ട്രൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഫോൾസ്. അപ്പൊ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? എക്സിന് ഇന്റിജർ ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ്, അതിന് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. അസൈൻ ചെയ്താൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇഫ് ഇതിനകത്ത് എന്താണ്? ട്രൂ എന്നാണ് മീനിങ്. എന്ന് പറഞ്ഞാൽ ഇത് പോസിബിൾ ആണെങ്കിൽ ട്രൂ, പോസിബിൾ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ പ്രിന്റ് ദ വാല്യൂ ട്രൂ. ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ട്രൂ. എറർ അല്ല, ഇതിനകത്ത് കണ്ടീഷൻ മാത്രമല്ല അസൈൻമെന്റും പോസിബിൾ ആണ്. ഓക്കെ, ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വിർച്വൽ ഫംഗ്ഷൻ? വിർച്വൽ ഫംഗ്ഷൻ നമുക്കറിയാം, അബ്സ്ട്രാക്ട് ക്ലാസ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് വിർച്വൽ ഫംഗ്ഷൻ. വിർച്വൽ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഡിറൈവ്ഡ് ക്ലാസ്സുകളിൽ ആ വിർച്വൽ ഫംഗ്ഷനെ എന്ത് ചെയ്യാം? റീഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഫംഗ്ഷനെയാണ് വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് എ ക്ലാസ്, അതിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ട് FN. അത് വിർച്വൽ ആണെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അതിനെ റീഡിഫൈൻ ചെയ്യാം വിത്ത് അനദർ കോഡ്. വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റീഡിഫൈൻ ചെയ്യാം. അതാണ് വിർച്വൽ ഫംഗ്ഷൻ. അപ്പോൾ വിർച്വൽ ഫംഗ്ഷനെ കുറിച്ച് ട്രൂ. വിർച്വൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് റിസോൾവ്ഡ് അറ്റ് കമ്പൈൽ ടൈം. കമ്പൈലേഷൻ ടൈമിലാണ് വിർച്വൽ ഫംഗ്ഷനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ വിർച്വൽ ഫംഗ്ഷന്റെ ആക്ച്വൽ പ്രോസസ് നടക്കുന്നത് കമ്പൈലേഷൻ ടൈമിലാണ്. വിർച്വൽ ഫംഗ്ഷൻ അലോ റൺ ടൈം പോളിമോർഫിസം അല്ല, റൺ ടൈമിലാണ്. റൺ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പേരിലും സിഗ്നേച്ചറിലും ഉള്ള ഫംഗ്ഷൻസ് റൺ ടൈമിൽ മാത്രം നമ്മൾ ഏത് ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണോ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമ്മൾ എയുടെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ഈ ഇവിടുത്തെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇൻവോക്ക് ആവും. ബിയുടെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ബിയുടെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ സോ ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റൺ ടൈം. റൺ ടൈമിലുള്ള ആ പരിപാടിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഏത് ഫംഗ്ഷനെയാണോ കോൾ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അടുത്ത, എ ക്ലാസ് വിത്ത് എ വിർച്വൽ ഫംഗ്ഷൻ കനോട്ട് ഹാവ് എ കൺസ്ട്രക്ടർ. ഒരു വിർച്വൽ ഫംഗ്ഷൻ ഉള്ള ക്ലാസ്സിൽ കൺസ്ട്രക്ടർ ഉണ്ടാവില്ല. കൺസ്ട്രക്ടർ എന്താണെന്ന് അറിയാലോ? സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻസ് യൂസ്ഡ് ടു എന്തിനു വേണ്ടിയിട്ട്? യൂസ്ഡ് ടു ഇനിഷ്യലൈസ് ഒബ്ജക്ട്സ് അറ്റ് ദ ടൈം ഓഫ് ഇനിഷ്യലൈസ് മെമ്പർ വേരിയബിൾസ് അറ്റ് ദ ടൈം ഓഫ് ഒബ്ജക്ട് ക്രിയേഷൻ. ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവുകയും മെമ്പർ വേരിയബിൾസിന് ഇനീഷ്യൽ വാല്യൂ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൺസ്ട്രക്ടറിന്റെ ജോലി. അപ്പോൾ ഒരു ക്ലാസ്സിൽ വിർച്വൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ കൺസ്ട്രക്ടർ ഉണ്ടാവില്ല. സോ വിർച്വൽ ഫംഗ്ഷൻ മസ്റ്റ് ഹാവ് എ ബോഡി. വിർച്വൽ ഫംഗ്ഷന് ബോഡി ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിലെ കറക്റ്റ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ കറക്റ്റേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വിർച്വൽ ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് റൺ ടൈം. റൺ ടൈം. റൺ ടൈമിലാണ് ഈ വിർച്വൽ ഫംഗ്ഷനൊക്കെ. ഇപ്പൊ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം റൺ ചെയ്യുമ്പോഴേ നമ്മൾ ഏത് ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നതെന്നൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ബേസ് ക്ലാസിന്റെ ഫംഗ്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യും. ഡിറൈവ്ഡ് ക്ലാസിന്റെ ആണെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. വിർച്വൽ ഫംഗ്ഷൻ ഏതിലല്ല? ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ഓൺ ദ കമ്പൈൽ ടൈം. And ഒരു ക്ലാസ് വിത്ത് എ വിർച്വൽ ഫംഗ്ഷൻ cannot have a constructor. ഒരു വിർച്വൽ ഫംഗ്ഷനുള്ള ക്ലാസ്സിൽ കൺസ്ട്രക്ടർ ഉണ്ടാവാം, ഒരു പ്രശ്നവും ഇല്ല. ആൻഡ് വിർച്വൽ ഫംഗ്ഷൻ മസ്റ്റ് ഹാവ് എ ബോഡി. നിർബന്ധമില്ല, ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്? വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിർച്വൽ ഫംഗ്ഷന് ബോഡി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതിന്റെ സിഗ്നേച്ചർ മാത്രം ബേസ് ക്ലാസ്സിൽ കൊടുത്തിരുന്നാലും മതി. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് റൺ ടൈം പോളിമോർഫിസം. വിർച്വൽ ഫംഗ്ഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? റൺ ടൈം. ഓക്കെ,
Which statement about inheritance is correct? ഇൻഹെറിറ്റൻസ് നമുക്കറിയാലോ, ഒരു ക്ലാസ്സിൽ നിന്നും ബേസ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൺസ്ട്രക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് ബട്ട് ഡിസ്ട്രക്ടേഴ്സ് ആർ നോട്ട്. കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ടർ ഇനിഷ്യലൈസ് ചെയ്യുന്നു, ഡിസ്ട്രക്ടർ എന്ത് ചെയ്യുന്നു? അതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ റീഇനിഷ്യലൈസ് ചെയ്യുന്നു. ആൻഡ് ബോത്ത് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് ഹാവ് രണ്ടിനെ എന്ത് ചെയ്യാം? ഇൻഹെറിറ്റ് ചെയ്യാം. നെയ്തർ കൺസ്ട്രക്ടേഴ്സ് നോർ ഡിസ്ട്രക്ടേഴ്സ് രണ്ടിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പാടില്ല. ഡിസ്ട്രക്ടേഴ്സ് ആർ ഇൻഹെറിറ്റഡ് ബട്ട് കൺസ്ട്രക്ടേഴ്സ് ആർ നോട്ട്. ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കൂ, ബേസ് ക്ലാസ്സിലെ കൺസ്ട്രക്ടർ ഉണ്ടെന്ന് വെച്ചോളൂ, അത് ഡിറൈവ്ഡ് ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റുമോ? ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് നെയ്തർ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റൂല. കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് ആർ നോട്ട് ഇൻഹെറിറ്റഡ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ രണ്ടിനെ. പക്ഷേ ബേസ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറിനെ ഡിറൈവ്ഡ് ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ പോയിന്റ്. ദേ ഓൺലി ഇൻവോക്ക് ത്രൂ ഡിറൈവ്ഡ് ക്ലാസ്സസ്. ഞാൻ പറയുന്നത് എങ്ങനെയാണ് ബേസ് ക്ലാസ്സിലെ കൺസ്ട്രക്ടേഴ്സിനെ എങ്ങനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും? ഡിറൈവ്ഡ് ക്ലാസ് ഉപയോഗിച്ച് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കൺസ്ട്രക്ടറിനെയും ഡിസ്ട്രക്ടറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രക്ടറിൽ നിന്ന് പുതിയൊരു കൺസ്ട്രക്ടർ ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിസ്ട്രക്ടറിൽ നിന്ന് പുതിയൊരു ഡിസ്ട്രക്ടർ ഉണ്ടാക്കാൻ പറ്റില്ല. ഡിസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? ടിൽഡ്. അതും ചോദിക്കാന്നുള്ള പ്രശ്നമാണ്. Which of the following is true about abstract class? Abstract class എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട എന്താണ്? ഒരു മോൾഡ്. ആ മോൾഡ് ഉപയോഗിച്ച് കുറേ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന മോൾഡ് കണ്ടിട്ടില്ല? അപ്പൊ ആ മോൾഡാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഒരു അച്ച്, അതിൽ നിന്ന് നമ്മൾ ഇഷ്ടം പോലെ വേറെ ഒറിജിനൽ പ്രതിമകൾ ഉണ്ടാക്കി എടുക്കുന്നു പല മെറ്റീരിയൽസ് വെച്ച്. An abstract class must contain only pure virtual function. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് എന്തുണ്ടായിരിക്കണം? only pure virtual functions ഉണ്ടായിരിക്കണം. പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ ഇല്ലാത്ത വെറും സിഗ്നേച്ചർ മാത്രമുള്ള ഫംഗ്ഷനുകളെയാണ് പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. An abstract class cannot have data members. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല. An abstract class cannot be instantate. Instantate എന്ന് പറഞ്ഞാൽ we cannot create an object. So abstract classന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. cannot be instantate എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നിന്ന് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. An abstract class cannot have a constructor. അബ്സ്ട്രാക്ട് ക്ലാസ്സിന് കൺസ്ട്രക്ടർ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ദിസ് ഈസ് C. An abstract class cannot be instantate എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. An abstract class must contain, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ ആവാം, നോർമൽ വിർച്വൽ ഫംഗ്ഷൻ ആവാം. പിന്നെ അബ്സ്ട്രാക്ട് ക്ലാസ് കനോട്ട് ഹാവ്. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ മെമ്പർ വേരിയബിൾസ് സാധാരണ ക്ലാസ് പോലെ മെമ്പർ വേരിയബിൾസ് ഉണ്ടാവാം. ആൻഡ് അബ്സ്ട്രാക്ട് ക്ലാസ്സിന് കൺസ്ട്രക്ടറും ഉണ്ടാവാം. അപ്പൊ അതെല്ലാം പോയിന്റ്സ് ആണ് കേട്ടോ. അബ്സ്ട്രാക്ട് ക്ലാസ്സിന് കൺസ്ട്രക്ടർ ഉണ്ടാവാം, ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാവാം, പ്യുവർ വിർച്വൽ ഫംഗ്ഷൻ അല്ലാത്ത വിർച്വൽ ഫംഗ്ഷൻസും ഏതിലുണ്ടാവാം? അബ്സ്ട്രാക്ട് ക്ലാസ്സിന് ഉണ്ടാവാം. Which statement about multiple inheritance is correct? Multiple inheritance. It always causes ambiguity and cannot be resolved. Ambiguity can be removed using scope resolution operator. Multiple inheritance is not supported in C++, and virtual inheritance is used to duplicate base object. The correct answer is ambiguity can be removed using scope resolution operator. ഇപ്പോൾ multiple inheritance ആണ്. ഇപ്പോൾ A, B രണ്ട് ക്ലാസ്. എയുടെ ഒബ്ജക്റ്റ് ആണ് O1, ബിയുടെ ഒബ്ജക്റ്റ് ആണ് O2. അപ്പം ഇതിൽ രണ്ടിലും സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചോളൂ. എയിലും ബിയിലും സം എന്ന് പറയുന്ന ഒരേ ഫംഗ്ഷൻ ഓവർ റൈഡിങ് ആണ് ഞാൻ പറയുന്നത്. അപ്പം O1 ഡോട്ട് സം എന്ന് കോൾ ചെയ്യാം. O2 ഡോട്ട് സം എന്നും നമുക്ക് കോൾ ചെയ്യാം. ആൻഡ് C++ൽ ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേഷൻ. Okay. Which statement
about overriding എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് എ അതിനകത്ത് ഇൻഡ് സം ഇൻഡ് എ ഇൻഡ് ബി റിട്ടേൺ എ പ്ലസ് ബി. അത് കഴിഞ്ഞു ക്ലാസ് ബി എവിടെ നിന്നാണ്? ഇൻഹെറിറ്റഡ് ഫ്രം ക്ലാസ് എ. അതിനകത്തും എന്തുണ്ട്? അതേ ഫംഗ്ഷൻ തന്നെയുണ്ട്. സം ഇൻറ്റ് എ ഇൻറ്റ് ബി റിട്ടേൺ എ പ്ലസ് ബി. അപ്പോൾ ഇത് ബേസ് ക്ലാസ്, ഇത് ഡിറൈവ്ഡ് ക്ലാസ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ. അപ്പൊ ഈ രണ്ട് ക്ലാസ്സിൽ എന്തുണ്ട്? ഒരേപോലത്തെ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? ഒരേ സിഗ്നേച്ചറും ആണ്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഓവർ റൈഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ നോൺ വിർച്വൽ ഫംഗ്ഷൻ ക്യാൻ ഓവർ റൈഡ് എ വിർച്വൽ ഫംഗ്ഷൻ. ഒരു നോൺ വിർച്വൽ ഫംഗ്ഷൻ ഇതിപ്പോ വിർച്വൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വെച്ചോളൂ. വിർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഇതിപ്പോ ഇതിന്റെ ഫ്രണ്ടില് വിർച്വൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യാം? റീഡിഫൈൻ ചെയ്യാം എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നോൺ വിർച്വൽ ഫംഗ്ഷൻ ഇപ്പൊ വിർച്വൽ കീവേഡ് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വിർച്വൽ കീവേഡ് കൊടുത്തില്ലെങ്കിലും താഴെ അതിന് വേറെ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് എ നോൺ വിർച്വൽ ഫംഗ്ഷൻ ക്യാൻ ഓവർറൈഡ് വിർച്വൽ ഫംഗ്ഷൻ. ഓവർറിഡൻ ഫംഗ്ഷൻ മസ്റ്റ് ഹാവ് ഐഡന്റിക്കൽ സിഗ്നേച്ചർ. അത് കറക്റ്റ് ആണ്. എന്താണ് ഓവർറിഡൻ ഫംഗ്ഷൻ? ഇതാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് അല്ലേ? സോ ഓവർറൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻസിന് പക്ഷേ ഈ ബോഡി ഒരേപോലെ ആയിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ ഓവർറൈഡ് ഫംഗ്ഷന് എന്താണ്? ഐഡന്റിക്കൽ സിഗ്നേച്ചർ തന്നെ ആയിരിക്കണം. ഓവർറൈഡിങ് ഈസ് റിസോൾവ്ഡ് അറ്റ് കമ്പൈൽ ടൈം. ഓവർറൈഡിങ് എപ്പോഴാണ് നടക്കുന്നത്? റൺ ടൈം. ആൻഡ് റിട്ടേൺ ടൈപ്പ് ക്യാൻ ബി കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ്. റിട്ടേൺ ടൈപ്പ് ഇപ്പൊ ഇതിന്റെ ആണെങ്കിൽ ഇത് ഇന്ത്യ തന്നെ ആയിരിക്കണം, എങ്കിലേ അതെന്താവുള്ളൂ? ഓവർ റൈഡിങ് ആവുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓവർറിഡൻ ഫംഗ്ഷൻ മസ്റ്റ് ഹാവ് ഐഡന്റിക്കൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ സിഗ്നേച്ചർ ആയിരിക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ റിട്ടേൺ എ പ്ലസ് ബി, ഇവിടെ റിട്ടേൺ എ മൈനസ് ബി. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന്റെ സിഗ്നേച്ചർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രോഗ്രാമറിന്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു MCQ തന്നേ ഉള്ളൂ. എല്ലാവരും നോക്കുക. താങ്ക് യു.